Hi everyone, welcome to Disha Academy. സോ നമ്മൾ നമ്മുടെ NTPCയുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷനാണ് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഇതിനകത്ത് ഞാൻ മൂന്നാമത് പറഞ്ഞതാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, എപ്പോൾ മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഓൾറെഡി നമുക്ക് സ്റ്റാറ്റിക് GK ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സബ്ജക്ട്സ് പഠിക്കണം അല്ലേ, നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതെല്ലാം പഠിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എവിടെ മുതൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിന് പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സുകൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം പഠിച്ചു തീർക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾ എന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് ഉറപ്പായിട്ടും എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, അത് സ്പോർട്സ് ആണ്. സ്പോർട്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എപ്പോഴും കറണ്ട് അഫയേഴ്സിലുണ്ട്. ഓക്കെ, സ്പോർട്സിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, അതുപോലെ തന്നെ വേൾഡ് കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ക്രിക്കറ്റ്, ആ സമയത്ത് ഏതെങ്കിലും മാച്ചുകൾ നടന്നാൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം, ഓക്കെ, എല്ലാ കാര്യങ്ങളും സ്പോർട്സിൻ്റെ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കുക. ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത് സ്പോർട്സിലെ കാര്യങ്ങളാണ്. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് സ്കീമുകളാണ്. സ്കീംസ്, ഓക്കെ, ഏതെങ്കിലും സ്കീമുകൾ റീനെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നോക്കി വെക്കുക. അതല്ലെങ്കിൽ തന്നെ ജനറലി ഉള്ള എല്ലാ സ്കീമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്കീമുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സ്കീമുകൾ പഠിക്കാതെ നമുക്ക് ഒരു ഓപ്ഷനുമില്ല. ഒരുപാട് ഷിഫ്റ്റുകളിൽ ചോദിച്ച് കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കീമുകളാണ്. ഇനി മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അവാർഡ്സ് ആണ്. അവാർഡ്സ്, ഭാരത് രത്ന, പത്മ അവാർഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ അവാർഡുകളും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. അവാർഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു പെർട്ടിക്കുലർ അവാർഡ് കിട്ടി, ഓക്കെ, അപ്പോൾ ആ ആൾക്ക് അതിന് മുന്നേ കിട്ടിയിട്ടുള്ള അവാർഡുകളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. സോ അതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടിയ അവാർഡുകളും നിങ്ങൾ പഠിക്കുക. അതായത് ഇപ്പോൾ 2022 ഒരാൾക്കൊരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ 2024 ഒരു അവാർഡ് കിട്ടി, റീസെൻ്റായിട്ട് നടന്ന കാര്യമാണ്. അയാൾക്ക് 2022 2020 അല്ലെങ്കിൽ ഇപ്പോൾ 1970 മറ്റൊരു അവാർഡ് കിട്ടിക്കാണും, അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അവാർഡുകൾ, ഒരാൾക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ലൈഫ് ടൈമിൽ കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും പഠിക്കുക. അതുപോലെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് ഇപ്പോൾ ഒരു റിവർ, ഓക്കെ, ഒരു റിവറിൻ്റെ കുറുകെ പെട്ടെന്നൊരു ബ്രിഡ്ജ് കെട്ടി. അപ്പോൾ ബ്രിഡ്ജ് കെട്ടിയ കാര്യം നമ്മൾ പഠിക്കും, ആരാണ് ബ്രിഡ്ജ് കെട്ടിയതെന്ന് നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ എന്തും കൂടെ പഠിക്കണം, ആ റിവർ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, ആ റിവർ എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്, അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഏത് സീയിലേക്കാണ് അൾട്ടിമേറ്റ്ലി പോകുന്നത്, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടെ ഒഴുകുന്ന റിവർ ആണെങ്കിൽ ഇന്ത്യയിൽ കൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്, ഇങ്ങനെയുള്ള റിലേറ്റഡ് ഫാക്ടേഴ്സ് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട പോർഷൻ എന്ന് നമ്മുടെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്, അങ്ങനെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് അപ്പോയിൻമെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ യൂട്യൂബിൻ്റെ CEO മാറി,
അല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം കൂടുതലും ചോദിക്കുന്നത് CEO മാരൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ്, ഇങ്ങനെ യൂട്യൂബിൻ്റെ CEO ആരാണ്, ടെലിഗ്രാമിൻ്റെ CEO ആരാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചോദിച്ച് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ സ്പോർട്സ് നമുക്ക് വിട്ട് കളയാനില്ല. സ്പോർട്സിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക. സ്കീമുകൾ അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഏറ്റവും ആദ്യം നിങ്ങൾ സ്പോർട്സ്, അത് കഴിഞ്ഞ് സ്കീംസ്, പിന്നെ അവാർഡ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അവാർഡ് കിട്ടിയവരാണെങ്കിൽ അവർക്ക് അതിന് മുന്നേ കിട്ടിയ എല്ലാ അവാർഡും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നത്, ആരെങ്കിലും റീസെൻ്റ്ലി മരിച്ചു പോയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചുപോയി, കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടറോ മ്യൂസിഷ്യനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ആരെങ്കിലും മരിച്ചുപോയി. അപ്പം അയാൾക്ക് മുന്നേ കിട്ടിയിട്ടുള്ള, ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുന്നേ കിട്ടിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളുമൊക്കെ അപ്രിസിയേഷൻസും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അയാളുമായിട്ട് റിലേറ്റ്, അയാളെങ്കിലും ജീവചരിത്രക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പായിട്ടും എപ്പോഴും ചോദിച്ച് കാണുന്നതാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ന്യൂസ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ്, നമ്മുടെ യൂട്യൂബ്, ഫ്ലിപ്കാർട്ട്, ടെലിഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ CEO മാറിയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഇതൊന്നുമല്ലാതെ നമ്മൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജനറലി തന്നെ ന്യൂസിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തം നടന്നു, ഒരു എക്സ്ക്ലവേഷൻ നടന്നു എന്ന് വിചാരിക്കുമോ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്ക്ലവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുഴിച്ചപ്പോൾ നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കുറച്ച് ഭാഗം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസ് അല്ലേ. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ഇങ്ങനെ ചപ്പും ചവറും എല്ലാം വാരി പഠിക്കേണ്ട, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി എന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുള്ളതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2019 നമ്മുടെ കഴിഞ്ഞ NTPC നോട്ടിഫിക്കേഷൻ വന്നത്. ആ എക്സാം 2021 നടന്നു. 2022 അതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായി റിസൾട്ട് വന്നിട്ട്. അപ്പം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നടന്ന CGL നമ്മളൊന്ന് അനലൈസ് ചെയ്താലും അല്ല ഈ എക്സാമിനൊരു ട്രെൻഡ് നോക്കിയാലും ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ കറണ്ട് അഫയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് 2022 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തുടങ്ങണം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 2024 എന്തായാലും നമ്മുടെ NTPC എക്സാം നടക്കാൻ പോകുന്നത് 2025 ഒരു 4-5 മന്ത്സ് കഴിയുമ്പോൾ 4-5 മന്ത്സ് കഴിയുമ്പോൾ 2025 എത്തി. അപ്പോൾ 2024 നടന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിച്ചു തീർക്കുക. സ്പോർട്സ്, അവാർഡ്സ്, സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡ്സ്, അതുപോലെ തന്നെ സ്കീമുകൾ, അപ്പോയിൻമെൻറ്റ്സ്, ഇതെല്ലാം 2024 ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കുക. അത് പഠിച്ചു തീർത്തിട്ട് അതിൻ്റെ റിവിഷൻ നടക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2023 പഠിക്കുക. ഓക്കെ, 2023 24 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് 24 നിന്നും 23 അത് നിങ്ങൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നമ്മുടെ RPF വരാനുണ്ട്, ALP വരാനുണ്ട്, ടെക്നീഷ്യൻ വിളിച്ചായിരുന്നു, ആ എക്സാം വന്നിട്ടില്ല. അപ്പം ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും മിക്കവാറും വരെ തുടങ്ങുമ്പോൾ ഒന്നിച്ചിപ്പോൾ നമ്മുടെ SSC നടന്നില്ലേ, CGL, CHSL, MTS എല്ലാം ഇങ്ങനെ 2-3 മാസത്തിനിടയ്ക്കല്ലേ നടക്കുന്നത്. അതുപോലെ ഒരേ സമയത്ത് എക്സാംസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 4-5 മന്ത്സിലാണ് എക്സാം വരുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2024 23 തീർക്കാനുള്ള സമയമേ കിട്ടത്തുള്ളൂ. ഇൻഫാക്ട് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 2 മന്ത്സും കൂടെ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ റിവിഷൻ ചെയ്യുക. 2022 മാക്സിമം, അതായത് ആദ്യം നിങ്ങൾ ഡിസംബറിലെ കാര്യം നോക്കുക, അത് കഴിഞ്ഞ് നവംബറിലെ കാര്യം നോക്കുക. ഓക്കെ, അങ്ങനെ ബാക്കിലോട്ട് ഡിസംബറിൽ നിന്ന് ബാക്കിലോട്ട് 2022 ഒരു പകുതി വരെയുള്ളത്, ഒരു ജൂൺ ജൂലൈ വരെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? 2024-നും 23-ക്കുമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം 22 നിങ്ങൾ പഠിച്ചാൽ മതി, പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലേ മതി. ഈ ടോപ്പിക്കുകളാണ് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ന്യൂസ് കാണുമ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നിങ്ങളുടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് റിസോഴ്സസ് ഉപയോഗിച്ച് അത് വായിച്ചു, ഇത് വായിച്ചു, അവിടുത്തെ മെറ്റീരിയൽ വായിച്ചു, ഇവിടുത്തെ മെറ്റീരിയൽ വായിച്ചു, അങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ കണ്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും 1-2 റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുക.
അതിപ്പോൾ ഒരു സപ്ലിമെൻ്റ് ആണ്, ഒരു ബുക്കാണെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിലോ പെയ്ഡ് ക്ലാസ് ആണെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിന് അല്ലെങ്കിൽ മാക്സിമം 2 റിസോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് പഠിച്ചാൽ നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ മറന്നു പോകും അല്ലേ, ഓട്ടോമാറ്റിക്കലി മറന്നു പോകും. അപ്പോൾ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഇത്രയും സാധനങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഒരേ സാധനം നിങ്ങൾ 10 പ്രാവശ്യം പഠിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു നല്ല 1-2 റിസോഴ്സസ് കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദിശ അക്കാഡമിയുടെ വക NTPCയുടെ കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സസ് നോക്കി പഠിക്കാം. പക്ഷേ ഈ കോഴ്സിൽ നമ്മൾ പറയുന്ന പോലെ 2023-24 മൊത്തം കറണ്ട് അഫയേഴ്സും കവർ ചെയ്യുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല കോഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർ NTPCക്ക് വേണ്ടിയുള്ള കോഴ്സാണ്. പക്ഷേ അതിന് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ടായിരിക്കും 23-24. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളും നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഉറപ്പായിട്ടും കവർ ചെയ്ത് പോകും. നിങ്ങൾക്ക് അറിയാമായിരിക്കും നിത്യാംശന മിസ്സായിരിക്കും കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ NTPC കോഴ്സ് വഴി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ കറണ്ട് അഫയേഴ്സും GKയും കറണ്ട് അഫയേഴ്സും മാത്രമല്ല NTPCക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കാം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ നമ്പറുണ്ട്, നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ക്ലാസ് പോകുന്നത്, അതിൻ്റെ ഫീ സ്ട്രക്ചർ എന്താണെന്നൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾ ഏത് റിസോഴ്സിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താലും അത് ട്രസ്റ്റ് വർത്തി ആണെന്ന് വിചാരിക്കുക, തെറ്റ് പഠിക്കാതിരിക്കുക കേട്ടോ. കുറേ റിസോഴ്സസുകളിൽ നമുക്ക് തെറ്റ് കിട്ടുന്നുണ്ട്. ലൈക്ക് ഇപ്പം പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയാലും ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ 100% ശ്രദ്ധ കൊടുത്തിട്ടാണ് ഓരോ കണ്ടന്റും നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം ഇപ്പം ഞാനൊരു തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതൊരു 100 പേരോ 200 പേരോ 500 പേരോ അത് വിശ്വസിച്ചത് പഠിക്കും. അപ്പോൾ റീച്ചൊക്കെ ചെയ്യുന്നവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടുന്നത് മാക്സിമം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ സ്റ്റാറ്റിക് GKയും അതുപോലെ കറണ്ട് അഫയേഴ്സും വളരെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നോക്കി പഠിക്കാം. പക്ഷേ 2024-23 നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ സയൻസിൽ NTPCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലും സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. സോ എല്ലാവർക്കും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്. ബൈ.